കൊല്ലം അലയമൺ കരിക്കോണിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 11 പേർക്ക് പരിക്കേറ്റു. ആക്രമിച്ച നായയെ നാട്ടുകാർ ചേർന്ന് തല്ലിക്കൊന്നു. ഇന്നലെ ടൗണിൽ 5 പേരെ കടിച്ച പേപ്പട്ടിയെ തല്ലിക്കൊന്ന താങ്കളാണോ? അതെ സാർ, ഞാനാണ്. അവാർഡ് വല്ലതും? ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യരുള്ള ഈ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം എവിടെ നിന്ന് വന്നു? ആ ധൈര്യമാണ്, ആ വിശ്വാസമാണ് യുവർ ഓണർ ഈ നാട്ടിലെ രാഷ്ട്രീയം. എല്ലാവരോടുമായി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, പട്ടികളുടേതും ഞങ്ങൾ പട്ടിമക്കളുടേതുമാണ് ഈ നാട്. ഡോഗ്സ് ഓൺ കൺട്രി. അതുകൊണ്ട് തന്നെ പട്ടി കടിക്കാൻ വന്നാൽ ഈ ബിസ്ക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ച് പട്ടിക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പട്ടിതാ, നിങ്ങൾ ഒരു ബിസ്ക്കറ്റ് കയ്യിൽ വെച്ചാൽ മതി. ഒരു നായ നിങ്ങളുടെ അടുത്തേക്ക് 10 ബിസ്ക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ 10 രൂപയ്ക്ക് 10 20 ബിസ്ക്കറ്റ് കിട്ടും. ഈ പാർലേജിയുടെ ബിസ്ക്കറ്റ് നിങ്ങൾ വിതറി കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് പട്ടി വരില്ല. നിങ്ങൾ പട്ടി സാറ് ഞങ്ങളെ കടിക്കോ? ഞങ്ങളൊക്കെ സാധാരണക്കാരുടെ മക്കളാണ്. നിങ്ങളൊക്കെ കടിയുണ്ടാ മെഡിക്കൽ കോളേജ് പോലെ ഞങ്ങളെ മര്യാദക്ക് നോക്കൂല. പട്ടി സാറിന് ഞങ്ങള് കൈക്കൂലി തരാം. ഏതായാലും VIP ചന്തിക്കിട്ടൊരു കടി എടുക്കോ, എന്നാലേ ഇവിടുത്തെ നിയമം മാറുള്ളൂ. ഞാൻ വിളിച്ച് മെമ്പറിനോട് പറഞ്ഞപ്പോ പറയാം, പട്ടി കൊല്ലം പഞ്ചായത്തിൽ നിയമമില്ല, എന്നെ കൊല്ലം നിയമം ഉണ്ടായി പോയില്ല, എന്നെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞില്ലേ. ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യരുള്ള ഈ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം എവിടെ നിന്ന് വന്നു?